ചെമ്പനീർ പൂവിലെ പുത്തൻ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതിയാണെങ്കിൽ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ശ്രുതിയും കൂടിയിട്ട് ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ വീട്ടിലേക്ക് പെട്ടെന്ന് ശ്രുതിയുടെ ആ പഴയ ഫ്രണ്ടല്ലോ പാർക്കിൽ ഇരുന്നിട്ട് പരിചയപ്പെട്ട് ശ്രുതി കടമൊക്കെ വാങ്ങിയിരുന്ന ആ ഫ്രണ്ട് ശ്രുതിയെ കാണാനായിട്ട് ശ്രുതിയുടെ വീട്ടിലേക്ക് വരുവാണ്. വരുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അയാൾ പെട്ടെന്ന് തന്നെ കയറി വന്നിട്ട് ശ്രുതിയെ പിടിച്ചിട്ട് അവിടെ പിടിച്ച് നിർത്തി സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ തേടി ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് താൻ അവിടുത്തെ ജോലിയും കളഞ്ഞു, ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയാണെന്ന്. അതുകൊണ്ടാണ് തന്നെ കാണാനായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി വീട്ടിലുള്ളത് കാരണം എങ്ങനെയും ഇയാളെ ഒന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കള്ളങ്ങൾ പറയാണ്. ഞാൻ ഈ അടുത്ത് തന്നെ ജോലിക്ക് പോവും, അപ്പോൾ പിന്നെ തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് മൊത്തം ഞാൻ തിരികെ തരാം, ഇപ്പോൾ താൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് അല്ലെങ്കിൽ ആരെങ്കിലും കാണും, പ്രശ്നമാവും എന്നൊക്കെ പറയണം. പക്ഷേ അയാളാണെങ്കിൽ നിനക്ക് ജോലിയോ എവിടെ ഇനി നിനക്ക് ജോലി കിട്ടാൻ നിനക്കാരും ജോലി തരില്ല. അതുമാത്രമല്ല, ഞാൻ നിന്നെ കാണാനല്ല വന്നത്. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നിൻ്റെ ഭാര്യയുടെ ആധാർ കാർഡും അവരുടെ ജോലി സ്ഥലത്തിലെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വാങ്ങിയിരുന്നല്ലോ. അപ്പോൾ ഞാൻ നിൻ്റെ ഭാര്യയെ കാണാനാണ് വന്നത്. നീ കാശ് തന്നില്ലെങ്കിൽ സാരമില്ല, ഞാൻ നിൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കോളാം എന്ന് പറയുവാണ്. അങ്ങനെ അയാളാണെങ്കിൽ ശ്രുതിയെ വിളിച്ചിട്ട് ശ്രുതിയോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഇങ്ങനെ നിങ്ങളുടെ ഭർത്താവ് എൻ്റെ കയ്യിൽ നിന്ന് പാർക്കിലുണ്ടായിരുന്ന സമയത്ത് ഇത്ര രൂപ കടം വാങ്ങിയിട്ട് ഇന്നേ വരെ എനിക്ക് കാശ് തിരികെ തന്നിട്ടില്ല. ഞാൻ ഇയാളെ തേടി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി, അപ്പോൾ അവിടെ നിന്ന് ഇയാൾ ജോലി കളഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കിപ്പോഴും ഇയാൾ തരുമെന്നുള്ള വിശ്വാസത്തിലൊന്നും അല്ല. ഞാൻ പിന്നെ ഇയാളെ വിശ്വസിച്ചിട്ടും അല്ല കാശ് കടം കൊടുത്തത്. ഞാൻ ശ്രുതിയെ വിശ്വസിച്ചിട്ടാണ് കാശ് കൊടുത്തത്. ശ്രുതിക്ക് അറിയില്ല, സാധാരണ കാശ് കടം തന്നു കഴിഞ്ഞാൽ നടു റോട്ടിലൊക്കെ പിടിച്ച് നിർത്തിയിട്ട് അതിൻ്റെ കാശ് തടാന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സിന് കുത്തിപ്പിടിക്കുകയും ആളെ വിട്ട് തല്ലിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാൻ വളരെ സോഫ്റ്റായിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ നടു റോട്ടിൽ വെച്ചൊന്ന് ഞാൻ പിടിച്ച് നിർത്തി അപമാനിക്കാണ്ട് വീട്ടിലേക്കൊന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ സോഫ്റ്റായിട്ട് പറയുന്ന രീതിക്ക് അയാൾ ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. കാശ് നീ തന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള രീതിയിൽ. പക്ഷേ ശ്രുതിക്കാണെങ്കിൽ കാര്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് കടം കൊടുത്തത്, അധികം വൈകാണ്ട് ഞാൻ ആ കാശ് തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വാക്ക് കൊടുത്തിട്ട് അയാളെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. അയാൾ പോയതിന് ശേഷം ശ്രുതിയും തമ്മിൽ വഴക്ക് വരുവാണ്. അതായത് ശ്രുതി എന്തിനാ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് നിന്ന് മറച്ചു വയ്ക്കുന്നത്, ശ്രുതി എന്തിനാ കാശ് കടം മേടിച്ചത്, ഇനി ഞാൻ ആ കാശും കൂടി തിരികെ കൊടുക്കണ്ടേ എന്നൊക്കെ പറയണം. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, വേറെ ഏത് കാശാണ് നീ കൊടുക്കാനുള്ളത്, വേറെ ആർക്കാണ് കൊടുക്കാനുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പം ശ്രുതി വന്നിട്ട് ശ്രുതിയെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ ആണെങ്കിൽ ശ്രുതിയും കൂടിയിട്ട് പുറത്ത് പോവുകയാണ്. പുറത്ത് പോകുന്ന സമയത്ത് റോഡിൽ വെച്ചിട്ടാണെങ്കിൽ ഇവർക്കിടയിൽ വഴക്കുണ്ടാവുകയാണ്. ശ്രുതിയോട് വന്നിട്ട് ശ്രുതിയുടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ശ്രുതിയുടെ ജോലിക്കായിട്ട് കൊടുക്കാനും പറയുവാണ്. അതുപോലെ തന്നെ ശ്രുതിയാണെങ്കിൽ എല്ലാവരുടെ അടുത്ത് നിന്ന് ശ്രുതി കടം വാങ്ങുന്നതും കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നതിൻ്റെയൊക്കെ പേരിൽ അവർക്കിടയിൽ വല്ലാണ്ട് വഴക്ക് വരുവാണ്. അങ്ങനെ വഴക്ക് കൂടിയിട്ട് ശ്രുതിനെ വിട്ടിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും പെട്ടെന്ന് രണ്ടുപേർ വന്നിട്ട് ശ്രുതിയുടെ വഴി തടഞ്ഞിട്ട് ശ്രുതിയോട് വല്ലാണ്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പം അത് കണ്ടിട്ട് പെട്ടെന്ന് ശ്രുതി ഓടി വന്നിട്ട് അവരോട് തട്ടിക്കയറുകയാണ്. എന്താ നിങ്ങൾ ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കുന്നത്, നിങ്ങൾ ആരാ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ ആരാണെന്നാണ് അവർ ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറയുവാണ്, ഇതെൻ്റെ ഭാര്യയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആരാന്ന് ചോദിക്കും. അപ്പം അവർ പറയും, ഞങ്ങൾ ബാങ്കിൻ്റെ ആൾക്കാരാണ്, നിങ്ങളുടെ ഈ ഭാര്യ ഉണ്ടല്ലോ ഇവൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് നാൾ മുമ്പ് കുറച്ച് കാശ് കടം മേടിച്ചിരുന്നു. ആദ്യമൊക്കെ കാശ് കൃത്യമായിട്ട് അടയ്ക്കുമായിരുന്നു, പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ കാശ് അടച്ച ആളെയും കാണാനില്ല. ഇവളുടെ അഡ്രസ്സിൽ ഞങ്ങൾ അന്വേഷിച്ച് പോയപ്പോൾ അവിടുന്ന് ഇവരൊക്കെ മാറിപ്പോയെന്നാണ് പറഞ്ഞത്. ഇവൾക്കെതിരെ പോലീസ് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുമായിരുന്നു. ആ സമയത്താണ് ഇവളെ കണ്ടെത്തി. അവർ പറയുവാണ്, നീ ആൾ കൊള്ളാലോടി, ഇപ്പോൾ ഇവനാണല്ലോ നിൻ്റെ പുതിയ ഭർത്താവ്, ഇനി ഇവനെ നീ എന്നാ പറ്റിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അപ്പം ശ്രുതി പറയുവാണ്, അത് ഞാൻ പറ്റിക്കണമെന്ന് കരുതിയിട്ടല്ല, കാശ് തിരികെ അടയ്ക്കണമെന്ന്, പക്ഷേ അതിൻ്റെ ഇടയിൽ കുറച്ച് എമർജൻസി വന്നുപോയി, അതുകൊണ്ടാണ് എനിക്ക് കാശ് തിരികെ അടയ്ക്കാൻ പറ്റാത്തത്. ഞാൻ അധികം വൈകാണ്ട് കാശൊക്കെ തിരിച്ച് സെറ്റിൽ ചെയ്തേക്കെന്നൊക്കെ പറയുന്ന സമയത്ത് പക്ഷെ അവർ പറയുകയാണ്, ഇല്ല നീ പെരും കള്ളിയാണ്, നീ പഠിച്ച കള്ളിയെ, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല, നീ ഇനിയും പറഞ്ഞ് പറ്റിക്കും പറഞ്ഞിട്ട് നിൻ്റെ ആധാർ കാർഡ് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആധാർ കാർഡിന് വാങ്ങി അവളുടെയും ആധാർ കാർഡിൻ്റെയൊക്കെ ഫോട്ടോ ഇവരെടുക്കുകയാണ്. അതുപോലെ തന്നെ അവർ ശ്രുതിനെയും പിടിച്ചിട്ട് ശ്രുതിയുടെ ആധാർ കാർഡൊക്കെ വാങ്ങി ഫോട്ടോ ഇടുക. എന്നിട്ട് അവർ പറയുകയാണ്, ഇനി ഞങ്ങളുടെ കാശ് തിരികെ തന്നില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ വന്നായിരിക്കും പൊക്കുന്നത്, നിൻ്റെ പേരിലായിരിക്കും ഞങ്ങൾ പോലീസ് കേസ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇനി തന്നില്ലെങ്കിൽ ആ കാശ് നീ ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് അവളെ കുറേ കളിയാക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തിട്ട് അവന്മാരെ ബൈക്കിൽ കയറി പോവുകയാണ്.
ആ സമയത്താണെങ്കിൽ ശ്രുതിയോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇത്തരം കാര്യങ്ങളൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? നീ എല്ലാ തവണയും പറയുമല്ലോ ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ രഹസ്യങ്ങൾ പാടില്ല, എല്ലാ കാര്യങ്ങളും പരസ്പരം പറയണമെന്ന് പറഞ്ഞിട്ട് നീ എന്താ എന്നോട് ഇതൊക്കെ പറയാത്തത്? അല്ല നീ എന്തിനാ ഇപ്പോൾ കാശ് കടം മേടിച്ചതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് ഞാൻ എൻ്റെ ഫ്രണ്ടിനല്ലേ മീര, അവളുടെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കാശ് കടം മേടിച്ചത്. പക്ഷേ കുറച്ച് കാശ് സെറ്റിൽ ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്ന് ഞങ്ങൾക്ക് പിന്നീട് കാശൊന്നും സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ല, അതങ്ങനെയാണ് അബദ്ധം പറ്റിയതെന്നൊക്കെ പറയുകയാണ്. ശ്രുതി വല്ലാണ്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പം നിനക്ക് കാശ് കടം മേടിക്കാം, അത് മറച്ചു വയ്ക്കാൻ പ്രശ്നമില്ല, ഞാൻ കാശ് കടം മേടിച്ചിട്ട് മറച്ചു വെച്ചാൽ മാത്രമാണ് നിനക്ക് പ്രശ്നമെന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രുതി പെട്ടെന്ന് ദേഷ്യത്തിൽ പറയുവാണ്, ഞാനൊരു എമർജൻസിക്ക് വേണ്ടിയിട്ടാണ് കാശ് കടം മേടിച്ചത്, അല്ലാണ്ട് നിങ്ങളെപ്പോലെ അച്ഛൻ്റെ കാശും കട്ടുകൊണ്ട് പോകുന്ന ആളല്ല ഞാനെന്ന് പറഞ്ഞിട്ട് പോകണം. അങ്ങനെ പോകുന്ന സമയത്താണ് ശ്രുതിക്കാണെങ്കിൽ പെട്ടെന്ന് സങ്കടം വരുവാണ്. അങ്ങനെ ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെയൊന്നും പറയേണ്ടായിരുന്നു, ശ്രുതി ഇൻസൾട്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് കരുതിയിട്ട് തിരികെ വന്നിട്ട് ശ്രുതിയോട് സോറിയൊക്കെ ചോദിക്കുകയാണ്. സോറി, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ അപ്പോഴത്തെ മാനസികാവസ്ഥയിലൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്, പറയാൻ പാടില്ലായിരുന്നു, സോറി ശ്രുതി ക്ഷമിക്കുക, ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. പക്ഷേ ശ്രുതിക്കാണെങ്കിൽ സങ്കടം വരുന്നുണ്ട് ശ്രുതി അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട്. ശ്രുതി പറയുവാണ്, ഇത്രയും കാലം സച്ചിയായിരുന്നു എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പം നീയും തുടങ്ങിയത്, ഞങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ്.